എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ഉടമ്പടി പ്രകാരമുള്ള ഉപവാസം, ഉടമ്പടി പ്രകാരമുള്ള വചനവായന, ഉടമ്പടി പ്രകാരമുള്ള ദാനധർമ്മങ്ങൾ, ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ആകുവായില്ല എന്നുള്ളത് നമുക്കറിയാവില്ല. ദൈവമായിട്ട് ഒരിക്കലും നമ്മൾ തുല്യ പങ്കാളി ആകത്തില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ തന്നെ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, പക്ഷേ വി വിൽ ട്രൈ അല്ല അറ്റ് ദി ലാസ്റ്റ്. അന്ത്യം വരെ നമ്മൾ പരിശ്രമിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസത്തിനും വിശുദ്ധിക്കും വേണ്ടി ഉടമ്പടി ചെയ്തവരെ ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ. ഇപ്പം സക്കറിയാവിൻ്റെ കാലം വരുമ്പോൾ സക്കറിയായും എന്താ പറയണത്? അങ്ങ് എബ്രാഹവുമായി ചെയ്ത ഉടമ്പടി, അങ്ങയുടെ കാരുണ്യം അങ്ങ് അനുസ്മരിച്ചു എന്നാണ് അല്ലേ? ലുക്കായുടെ സുവിശേഷം 1:72-73 വചനങ്ങൾ എന്താ പറയണ? യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള വാഗ്ദാനം നൽകുമ്പോഴും ആ യോഹന്നാൻ മാന്താനായെ കുറിച്ചുള്ള വാഗ്ദാനം നൽകുമ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്നാണ് പറയണത്. ലുക്ക 1:71 സക്കറിയ പ്രവാചകൻ, പുരോഹിതൻ സക്കറിയ ഗീതങ്ങളിൽ പറയണത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പറഞ്ഞു എന്നാണ്. എലിസബത്ത് സംഭവിച്ച പോലെ തന്നെ സക്കറിയായും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവാണ് പറയണത്. എന്താണ് പറയണത്? തലമുറകൾ തോറും അങ്ങയുടെ കാരുണ്യം അങ്ങ് അനുസ്മരിച്ചു. അങ്ങയുടെ വാഗ്ദാനം എന്താണ്? അങ്ങയുടെ കാരുണ്യമാണ്. ഇന്ന് ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. കർത്താവ് കാരുണ്യമായിരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? എബ്രഹാത്തിനോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് ദൈവം ക്രിസ്തുവായി കാരുണ്യമായിരിക്കുന്നത്. അപ്പം തലമുറകൾ തോറുമാണ് ഈ കാരുണ്യം. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം എബ്രഹത്തിനോടിലൂടെ മനുഷ്യരാശിയോട് നൽകിയ വാഗ്ദാനമാണ് ജനകോടികൾക്കും ജന്മാന്തരങ്ങൾക്കും ഇന്നും ആയുസ്സും ആത്മശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കർത്താവ് തൻ്റെ കാരുണ്യം വാഗ്ദാനം പാലിക്കുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധിക്കട്ടെ, ഹല്ലേലൂയ. കാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, ദാതരും പുത്രൻ പാവനാത്മാവേ എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
അപ്പം മനസ്സിലുണ്ട് നമ്മളെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്താ? ലുക്കാ 1:72-73 നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കാ 1:72 അനുസരിച്ച് കൊണ്ട് പിതാക്കന്മാരോട് അബ്രഹാം മുതലുള്ള പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം. ഈ വാഗ്ദാനം ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി എന്ന് പറയണത് ആദ്യത്തെ. അതുകൊണ്ടാണ് ലുക്കാ 1:73 പറയുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത കാരുണ്യവും അവിടുന്ന് പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത ഉടമ്പടിയും അവിടുന്ന് അനുസ്മരിച്ചു. കാലാകാലങ്ങളായാലും ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓർക്കേണ്ടത് എബ്രാഹത്തിന് കൊടുത്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ക്രിസ്തുവിനെ വരെ കിട്ടുന്നത്. കൈ ഇടിച്ച് കിടന്നാണ്. ആരാധന ആരാധന കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിക്കും. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? നിക്ഷേപം എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും നമ്മുടെ വിശ്വാസം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ജീവിതത്തിലെ അനുഭവങ്ങളെ ദൈവം ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് മാതാവിന് കത്ത് എഴുതിയില്ലേ അല്ലേ? ലേമിച്ച് അമ്മുമ്മ പോകുമ്പോൾ അമ്മനെ ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ച് എഴുതി കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നിയത്. കുഞ്ഞെന്താ എഴുതിയിരിക്കണമെന്ന് അറിയാമോ? ഈശോയുടെ അമ്മേ, എൻ്റെ പപ്പായ്ക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ചോറ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ കത്ത് വായിക്കണ അവിടെ എൻ്റെ മുറിയിരുന്ന് അത് വിശദീകരിച്ചത് അത് പറഞ്ഞു കൊടുത്തത്. ആ കുഞ്ഞിൻ്റെ ഭാഷയാണത്. ഞങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ പപ്പായ്ക്ക് ജോലി കൊടുക്കണം, ഞങ്ങളെ 3 പേരെയും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പപ്പായ്ക്ക് ജോലി കൊടുക്കണം. അതാണ് അമ്മയ്ക്ക് കത്ത്. അമ്മയ്ക്ക് കത്ത് എഴുതുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള എന്താ? സ്നേഹവും വിശ്വാസവും. 24 മണിക്കൂറിനുള്ളിൽ അമ്മ മറുപടി പറഞ്ഞു. സുഖിയുടെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ എൻ്റെ ഈശോയുടെ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടി പ്രകാരം ബൈബിള് വായിക്കും. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുഞ്ഞിൻ്റെ സ്നേഹവും ആ കുഞ്ഞിൻ്റെ വിശ്വാസവുമാണ് നമ്മളെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ബൈബിൾ എടുക്കുമ്പോൾ തന്നെ പറയണം, കർത്താവേ, അങ്ങയുടെ വചനങ്ങളെല്ലാം സ്നേഹത്തോടെ വായിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനങ്ങളെല്ലാം വിശ്വാസത്തോടെ വായിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ചുമ്മാ എടുത്ത് ഉടനെ വായിക്കരുത്. ദൈവം ലൈനിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിന് കുറച്ച് നേരം വെറുതെ ഇരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവ് ലൈനിലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം.
ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ എന്താണ് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ഒരു അനക്കം കേൾക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് വചനം വായിക്കുന്നത്. വചനം വായിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി വെറുതെ ഇരിക്കണം. ഇത്തിരി നേരം ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡൊക്കെ വെറുതെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ഒരു അവയർനെസ്സിലേക്ക് വരണം. എന്താണ്? ഞാൻ ദൈവത്തിരുസന്നിധിയിൽ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കുകൾ വായിച്ച് കേൾക്കുകയാണ്. ഞാൻ ദൈവത്തെയാണ് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുമ്പോൾ എന്ത് വേണം? നമ്മളെ ദൈവത്തെയാണ് കേൾക്കണത്. ഇന്നിപ്പോൾ ഈ മൊബൈലിലൊക്കെ ഉള്ള കാരണം എന്തൊരു അനുഗ്രഹമാണ്. ബൈബിൾ മൊത്തം മൊബൈലുണ്ട്. അപ്പം പുസ്തകം കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വെറുതെ ബസ്സിൽ ഇരുന്നുകൊണ്ട് ബൈബിൾ നോക്കിയെടുത്താൽ മതി. വായിക്കുക. എത്ര നേരം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. നമുക്ക് വേണമെങ്കിൽ വായിച്ച് കേൾക്കുകയും ചെയ്യാം. ഇയർഫോൺ ഉണ്ടെങ്കിൽ ഹിയറിംഗ് ബൈബിൾ അപ്ലോഡ് ചെയ്ത് കേൾക്കാം. ചെറുപ്പക്കാർക്കൊക്കെ ഒത്തിരി സൗകര്യങ്ങളാണ് ഇന്നുള്ളത്. അതവർ പ്രയോജനപ്പെടുത്തണം ശരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ, വചനം വായിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവ ഉദ്ദേശം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം വചനം വായിക്കാൻ. ദൈവത്തിന് പല ഉദ്ദേശമുണ്ട്. അല്ല, ഒരു ഉദ്ദേശം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇപ്പം യോഹന്നാൻ 15:3 വായിക്കണത് എന്താണ് എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഒന്ന് എത്ര കാലം കഴിഞ്ഞാലും വിശുദ്ധിക്കൊന്നും കാലഹരണപ്പെടത്തില്ല. എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈ നാഥാനിയേൽ എന്ന് പറഞ്ഞൊരാളുണ്ട് ബൈബിളിൽ, അല്ലേ? ഫിലിപ്പോസാണ് ഈ നാഥാനിയേലിനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. നാഥാനിയേലിനെ കാണുമ്പോൾ ഈശോ ഒറ്റ നോട്ടത്തിൽ ഒരേ ശ്വാസത്തിലൊരു കാര്യം പറയും. യോഹന്നാൻ 1:48 എന്താ പറയണത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ നമ്മൾ ഓർക്കിത് നല്ല ഒരു കമൻ്റ് ആണെന്ന് പറയും. പക്ഷെ കമൻ്റ് അല്ല, അതിൽ വലിയൊരു കാര്യമുണ്ട്. ഇതാ ഒരു യഥാർത്ഥ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എന്താ സംഭവം എന്നറിയാമോ? നമ്മൾ ഇസ്രയേൽ എന്ന് വിളിക്കുന്നത് ആരെയാണ്? യാക്കോബിനെയാണ്, അല്ലേ? പഴയ നിയമത്തിൽ യാക്കോബിനാണ് ഇസ്രയേൽ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അയാളിൽ ചില കാപട്യം ഉണ്ടായിരുന്നു. എന്താണ് അയാളുടെ കാപട്യം? ഏശാവ് ആയിരുന്നു ഇസഹാക്കിൻ്റെ മൂത്ത മകൻ. അപ്പോഴേ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ദൈവദത്തമായ ഫസ്റ്റ് ബോണിൻ്റെ റൈറ്റ് ഉണ്ട്. ആദിജാതൻ്റെ അവകാശം ദൈവിക അവകാശമാണ്. അതാ മൂത്തവന് കിട്ടേണ്ട അവകാശം കള്ളത്തരത്തിൽ അടിച്ചു മാറ്റിയ ആളാണ് യാക്കോബ്. യാക്കോബ് എന്താ ചെയ്തത്? യാക്കോബ് യേശാവിൻ്റെ പോലെയുള്ള വേഷപ്രചനം നടത്തി. യേശാവിന് മുഴുവൻ ശരീരത്തിൽ പൂടേം രോമമുള്ള ആളായിരുന്നു. അപ്പം എൻ്റെ മകനെ, അപ്പൻ്റെ കണ്ണൊക്കെ മങ്ങുന്നു, അപ്പൻ യാത്രയാകാൻ സമയമായി, നീ വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് താ, ഞാൻ ഭക്ഷിച്ച് ആനന്ദിച്ച് ആ സന്തോഷത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കാം. ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു.
അപ്പം ഏശാവ് ആത്മാർത്ഥത കൊണ്ട് വേട്ടയാടാൻ പോയപ്പോൾ മറ്റവൻ എന്ത് ചെയ്ത് തൊഴുത്തിൽ നിന്നൊരു ആടിനെ എടുത്തിട്ട് ഏശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് കെട്ടി. തൊഴുത്തിൽ നിന്ന് ആടിനെ പാകം ചെയ്തിട്ട് ഏശാവിൻ്റെ ഉടുപ്പെടുത്ത് ശരീരത്തിൽ ധരിച്ചിട്ട് ഭക്ഷണമായിട്ട് യാക്കോബിൻ്റെ അടുത്ത് വന്നു. എൻ്റെ മകനെ, നിനക്ക് ഇത്ര പെട്ടെന്ന് മൃഗത്തെ കിട്ടിയോ? അപ്പോൾ പറഞ്ഞ്, അങ്ങയുടെ ദൈവം എനിക്ക് കാണിച്ചു തന്നത്. കള്ളത്തരം പറഞ്ഞാൽ തൊഴുത്തുനിന്ന് അടിച്ചു മാറ്റിയതാ. കാപട്യം കണ്ടില്ലേ? പക്ഷേ കണ്ണു കാണാൻ പാടാത്തത് കൊണ്ട് അപ്പൻ അബദ്ധം പറ്റി. കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പന്മാർക്ക് ഇന്ന് അബദ്ധം പറ്റണമുണ്ടല്ല, ഇല്ലേ? മക്കൾക്ക് പല രീതിയിലല്ലേ വിളമ്പി കൊടുക്കണത്. മക്കൾക്ക് ഭാഗവടമ്പടി ചെയ്യുമ്പോഴേ ചിലക്ക് ചിറ കൊടുക്കും, ചിലക്ക് വെള്ളം കൊടുക്കും, ചിലക്ക് നല്ല പുരിടം കൊടുക്കും. കണ്ണു കാണാത്ത അപ്പന്മാർ ഇന്നും ഇതുപോലെയുള്ള ഒരു പന്തിയിൽ പല വിളമ്പുന്നുണ്ട്. അപ്പം ദൈവം ഒന്നും മറന്നു കളയത്തില്ലെന്നുള്ള സൂചനയാണ് കർത്താവിൻ്റെ വാക്കിൽ നിന്ന് വരണത്. നിങ്ങളതിൻ്റെ പേരിൽ അപ്പന്മാരുടെ കരുത്തൊക്കെ കയറാൻ നിൽക്കണ്ടേ. എന്ത് സംഭവം അറിയാവോ? നമ്മുടെ അപ്പൻ ആരാണ്? ആരാണ്? ദൈവം. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ ആരെയും അപ്പനെന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്ന് അപ്പനെ എൻ്റെ അപ്പ എന്ന് വിളിക്കരുതേ. പക്ഷേ ആരോട് എന്താ, നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ അപ്പന്മാരിൽ നിന്ന് കുറവ് വന്നു പോയാൽ അത് പരിഹരിക്കാൻ മരിക്കാത്ത അപ്പനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനാണ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. സുദിഗ ഹല്ലേലൂയ. എൻ്റെ പേര് രജനി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഇതെൻ്റെ കുടുംബമാണ്. ഇതെൻ്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ, മകൾ ലക്ഷ്മി, മകൻ രൂപേഷ്, ഇതെൻ്റെ മകളുടെ ഭർത്താവ് ശരത്ത്. എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളെയും കുറിച്ചും പറയുവാനാണ് എന്നെ അമ്മ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആദ്യമായി എൻ്റെ മകന് രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകൻ്റെ പേര് രൂപേഷ്. അവന് അപസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ജന്മന ഉള്ളതല്ല. കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുമായിട്ട് 7 വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പ് തലയിലടിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഏകദേശം ഒരു 22 വയസ്സ് വരെ അവന് ആ രോഗമുണ്ടായിരുന്നു. അത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ മകന് രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. അത് പറയുവാനാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൃതജ്ഞതാപൂർവ്വം അമ്മ എനിക്ക് തന്ന കൃപാ കടാക്ഷത്തെ ഓർത്ത് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവ് എൻ്റെ മകന് ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ വാക്കുകളില്ല. ഇന്ന് എൻ്റെ മകൻ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്. വീണ്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നു. 22 വയസ്സ് വരെ രോഗപീഠ അനുഭവിച്ച എൻ്റെ മകന് സൗഖ്യം കൊടുത്ത അമ്മ മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മകളാണ്. അവിടുത്തെ മകളാണ് എന്നെ ഇവിടത്തേക്ക് ആദ്യമായി വിളിച്ച് കൊണ്ടുവന്നത് ഉടമ്പടി എടുക്കാനായിട്ട്. അതുമൂലം എന്നെ മാതാവിനെ അറിയുവാനും ഞാൻ അനേകം പേർക്ക് ഇവിടുത്തെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഞാൻ ഒരുപാട് പേർക്ക് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ. അമ്മ മാതാവ് എൻ്റെ ഈ മകൾക്കൊരു വിവാഹാലോചന വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 പൈസ ഇല്ലായിരുന്നു അത് നടത്താനായിട്ട്. ഞാൻ വളരെയേറെ വിഷമിച്ചു. 2ാമത്തെ പുതുക്കലിന് അമ്മയോട് വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിരുന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പോൾ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് എൻ്റെ വിഷയം അവതരിപ്പിച്ചു, എൻ്റെ സഹോദരങ്ങളോടും എല്ലാവരോടും. പിന്നെ കല്യാണ ലെറ്റർ അടിച്ച് ഒന്നും നോക്കിയില്ല, ഉള്ളതെല്ലാം എടുത്ത് കല്യാണ ലെറ്റർ അടിച്ച്
ആദ്യമായിട്ട് കല്യാണ ലെറ്ററും കൊണ്ട് ഞാൻ ഇവിടെയാണ് വന്നത്. വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ഞാൻ അമ്മയോട് കയറുന്ന സമയം തന്നെ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മ മാതാവേ, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. മറ്റുള്ളവരോട് അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. അമ്മ മാതാവേ, ഇത് എൻ്റെ ഈ മകളുടെ വിവാഹം മറ്റുള്ളവരെ ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എനിക്കുള്ള എല്ലാ ആൾക്കാരും എന്നെ കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം. അമ്മ മാതാവിൻ്റെ മഹത്വം അവരിൽ കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ അവരെ അമ്മ മാതാവിനോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ബസ്സിലിരുന്ന് അമ്മയോട് കരഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ കാനായിലെ കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ അവിടെ എത്തുന്നതിന് മുന്നായിട്ട് എനിക്കൊരു അടയാളം അനുഗ്രഹിക്കണമേ എന്ന്. ഞാൻ ബസ്സിലിരുന്ന് ഇവിടെ എത്തുന്നതിന് മുന്നായിട്ട് ആകാശത്തെ ഒരു മഴവില്ല് എനിക്ക് ദൃശ്യമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു. അത് അദ്ദേഹം മൊബൈലിൽ പകർത്തി. പക്ഷേ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കൃപാസനത്തിൻ്റെ തൊട്ട് മേലെയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ഭക്തരെ വിളിച്ച് ഞാൻ കാണിച്ചു. അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരും കാണുന്നത്. ഞാനങ്ങനെ കയറി വന്ന് എൻ്റെ കയ്യിലിരുന്ന കല്യാണ ലെറ്റർ ഞാൻ കയറി വരുന്ന വഴിക്ക് ആ ഓഫീസിലൊക്കെ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അമ്മയുടെ ഒരു സീല് വേണമെന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച സ്റ്റിക്കർ ഒട്ടിച്ച് തരാമെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് അമ്മ മാതാവിൻ്റെ സീല് വേണം, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം പറഞ്ഞു, അത് സാധ്യമല്ല, അത് തരാൻ പറ്റത്തില്ലെന്ന്. എങ്കിലും അദ്ദേഹം അവിടെ കുറേ അന്വേഷിച്ചു, ആ സ്റ്റിക്കർ നോക്കാനായിട്ട് അവിടെ കുറേ തിരഞ്ഞു, കിട്ടിയില്ല. അവസാനം എൻ്റെ അമ്മ മാതാവ് ആ സ്റ്റിക്കർ അതിലടിച്ചു തരാൻ എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കൃപയോടുകൂടെ ആ കല്യാണം കാനായിലെ കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന അമ്മ മാതാവും തിരുക്കുമാരനെ എന്നെ അനുഗ്രഹിച്ചു. ഫുഡായാലും മറ്റെല്ലാ കാര്യമായാലും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഫുഡ് അധികം വന്നു, വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിപ്പെട്ടു. ആവശ്യത്തിലധികം തുക എനിക്ക് ലഭിച്ചു. സഹായിക്കാനുള്ളവരും ചോദിച്ച് സഹായം വേണോ എന്ന് ചോദിച്ച് എന്നെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവും ഞാനും ഇൻ്റർകാസ്റ്റ് മാരേജാണ്. ഞാൻ അത് മിണ്ടും സഹകരിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അതിനപ്പുറത്തോട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കല്യാണം നടന്നതോടുകൂടി അതിനു മുമ്പും വരും എന്നുള്ളതെല്ലാം തങ്ങത്തില്ല, പോവും. അവർ പൂർണ്ണമായി സഹകരിക്കുകയും അപ്പം വീടിൻ്റെ പ്രമാണം എനിക്ക് തന്ന് എത്ര വേണമെങ്കിലും തുക എടുത്ത് ആവശ്യം നടത്തിക്കോളൂന്നും പറഞ്ഞ് അത് തന്ന് അത് അമ്മ മാതാവിൻ്റെ ഒരൊറ്റ കൃപയാണ് മാത്രമാണ്. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും. എല്ലാ സമയത്തും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ അവർ ഗൾഫിലാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വേളയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം റൂമിൽ പ്രാർത്ഥന ആ മുറിയിൽ മേശപ്പുറത്ത് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഞാൻ നിന്ന് ജോലി ചെയ്തു. ആ വേളയിൽ ബാത്റൂമിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തലയടിച്ച് വീണ്. ആരും ഇല്ല വീട്ടിൽ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കയറിയാലോ, പട്ടിയോ പൂച്ച അതുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ നിന്നത് അകത്തെ മുറിയിൽ. അപ്പോൾ തല നല്ലതുപോലെ അടിച്ചാണ് വീണത്. വീണ വീഴ്ചയിൽ കൃപാസന മാതാവേ എന്നെ താങ്ങിക്കൊണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം വീണ് തല ക്ലോസറ്റിൻ്റെ ഇതിലടിച്ച് അവിടുന്ന് മതിലടിച്ച് വന്ന് താഴെ അടിച്ച് നിന്നു. പക്ഷേ കുറച്ച് നേരം ഞാൻ അങ്ങനെ കിടന്നു. അമ്മ മാതാവേ എന്ന് 3 തവണ വിളിച്ചു. പിന്നെ ഞാൻ അവിടുന്ന് ചാടി എണീറ്റു. എങ്ങനെയെന്നറിയില്ല, ഞാൻ ചാടി എണീറ്റു. എൻ്റെ വസ്ത്രം അപ്പാടെ നനഞ്ഞു. ഞാൻ പോയി ലോക്ക് എടുത്ത് പുറത്തിരുന്നു. അപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സ്ത്രീയെ വിളിച്ചു. അവർ വന്നു. രജനി എന്ത് പറ്റി, വീണോ? ഞാൻ എൻ്റെ പുറത്ത് തടവി നോക്കി, വസ്ത്രമാകെ നനഞ്ഞിരിക്കുന്നു. തല വന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ലതുപോലെ മുഴച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, രജനി പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് ആശുപത്രിയിൽ പോകാൻ. എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഉടമ്പടി എടുത്ത മകളാണ്, എന്നെ അമ്മ കാത്തോളും, ഞാൻ അമ്മയെ
വിളിച്ചിട്ടുണ്ട്, അമ്മ സഹായിച്ചോളൂ എന്ന് പറഞ്ഞു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. വീണ്ടും ഞാൻ വന്ന് ബാക്കിയുള്ള പണിയും പൂർത്തിയാക്കി. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. വേണ്ട, അമ്മ മാതാവ് എന്നെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോഴേക്കും ഒരു മുഴച്ച് കയറി നല്ലതുപോലെ തല. അപ്പം വീട്ടിൽ വന്നപ്പോൾ അടുത്തുള്ളവരും മക്കളും എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി കാണിക്ക്, സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന് ഉടമ്പടി തൈലം എടുത്ത് തലയിൽ തേച്ചു പ്രാർത്ഥിച്ചു. പിന്നെ എന്നും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല. അത് ചെയ്യുന്ന വേളയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കും. അതൊരു വിഷമവും ഇല്ല. അവരെന്നോടൊപ്പം ഒപ്പം ഇരുന്ന് അവരും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. ഇവിടെ വരാനുള്ളതായാലും ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യുവാനായാലും ആഹാര സാധനം ഉണ്ടാക്കി കൊടുക്കുവാനായാലും എല്ലാവരും എന്നെ സഹായിക്കാറുണ്ട്. മക്കളായാലും ജീവിത പങ്കാളിയായാലും. പിന്നെ അങ്ങനെ ഞാനത് തലയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ തലയിൽ നിന്നുള്ള മുഴച്ച് നിന്ന ഭാഗം എല്ലാം നോർമലായി. കഴുത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറി. പിന്നെ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ഭംഗിയായി നടത്തി. എൻ്റെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു. പിന്നെ ഇനി ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം. അതിനു വേണ്ടി അമ്മയുടെ നിയോഗം വച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ പത്രം ഇവിടുന്ന് വാങ്ങിച്ചു, എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. അത് ആശുപത്രിയിലാണ് ഞാൻ കൂടുതൽ കൊടുക്കുക. അവരുടെ അടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കും. അവർക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊണ്ടുപോയി അവർക്ക് ആ മുട്ടിലൊക്കെ തേച്ചൊഴിക്കുക. ഒരു സ്ത്രീ പറയുകയുണ്ടായി, തേച്ച മാത്രയിൽ തന്നെ ഞാൻ സൗഖ്യം പ്രാപിച്ചെന്ന്. അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ വചന വായന ഞാൻ മുടക്കാറില്ല. 91 സങ്കീർത്തനം, 51 സങ്കീർത്തനം, 121 സങ്കീർത്തനം, 143 സങ്കീർത്തനം, 28 സങ്കീർത്തനം, നിയമാവർത്തനം 28, ഇതെല്ലാം ഞാൻ വായിക്കാറുണ്ട്. പിന്നെ വളരെയേറെ വിഷമതകൾ അനുഭവിക്കുന്ന വേളയിൽ വചനം തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഏശയ്യ 58 11 തിരുവചനം. മരുഭൂമിയിലും സമൃദ്ധി നേടും, യേശു നിന്നെ കരങ്ങളിൽ താങ്ങിക്കോളും, നീരുറവ പോലെയാകും നിൻ്റെ ജീവിതം എന്ന്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു.